ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സമൂസയുടെ റെസിപ്പിയും കൂടെ തന്നെ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യാന്നുള്ളതും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമൂസൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 200 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വിനെഗർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വാട്ടുന്നത്. അപ്പോൾ ഈ ഓയിലിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് ഉള്ളിയാണ് അത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മസാലയാണ്. ബിരിയാണി മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. നന്നായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കനെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി അതുകൂടി ചേർത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സമൂസയിലേക്കുള്ള ഷീറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുത്തിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഷീറ്റൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ട് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു മൂടി ഉണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് കാണാം.
വളരെ ഈസി ആയിട്ടുള്ള ഈ ടെക്നിക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.